ഈ ഭൂമണ്ഡലത്തിൽ ട്രംപിന് മോഡി എന്നല്ല ഒരാളെയും ട്രംപിന് പേടിയില്ല. ഞാൻ ഇന്ത്യയുടെ സൈഡിൽ നിന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഈ വരുതിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ട്രംപ് മുതലാക്കുകയാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ട്. കാരണം പൈസയാണ് അത് പൈസയാണോ, അത് പൈസയാണോ, അത് ഇവിടുത്തെ പൈസ ടാക്സ് അഡീഷണൽ വന്ന പൈസ കൊണ്ട് താരിഫിൽ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഇപ്പൊ ചൈന എന്നാ ചെയ്തത്? ചൈന 25 എന്നുള്ളതാക്കി കഴിഞ്ഞപ്പോൾ ചൈന 27 ആക്കി, 54 ആക്കി കഴിഞ്ഞപ്പോൾ 75 ആക്കി, പിന്നെ 100 ആക്കി. ഇത് ചുമ്മാ ലേലം വിളിക്കുന്ന പോലെ, പിള്ളേര് കളിക്കുന്ന പോലെ ചൈനയെ അതിന്റെ അകത്ത് ഒരു ഭാഗത്ത് പോലും പുറകോട്ട് പോയിട്ടില്ല. കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ വളരെ കാര്യമായിട്ട് ട്രംപിനെ വരവെ ആഘോഷിച്ചതാണ്. ട്രംപിനെ പൂജിച്ച, ഇപ്പൊ അമ്പലത്തില് ട്രംപിനെ പൂജിച്ച പടങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ് ടു 150,000 വരെ AGA ഉള്ളവർക്ക് $2,000 റീഫണ്ട്, അഡീഷണൽ റീഫണ്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. കൺഫേംഡ് അല്ല. ഒന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും സർക്കാർ പ്രൈസ് കൗച്ചിങ് അനുവദിക്കത്തില്ല. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ജനറേഷനിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഏതാണ്ട് $40 ട്രില്യൺ ആകാൻ പോവാണ് നമ്മുടെ കടം. ഇന്ത്യയിൽ എന്താണ് കോസ്മെറ്റിക്സ്? ഞാൻ ആ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. 48% അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്. ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1-2 അല്ല, 48%. എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തെ? ജയശങ്കർ അത്ര മണ്ടനായ ഒരാളൊന്നുമല്ല. ജയശങ്കർ ഒരു IFS ഓഫീസറാണ്. കസ്റ്റമർ സഹിക്കണം, അല്ലെങ്കിൽ കച്ചവടക്കാരൻ സഹിക്കണം. കച്ചവടക്കാരൻ സഹിക്കണം. അതാണ് പ്രശ്നം. നമ്മളൊക്കെ ഈ കച്ചവടക്കാരൻ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നഷ്ടം അവന്റെ മേലെ അവൻ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും? ഇപ്പം ഇപ്പൊ പുടിനും ട്രംപുമായിട്ട് ഒരു ചർച്ച നടക്കല്ലേ? ആ ചർച്ചയ്ക്കകത്ത് എങ്ങാനും യുക്രൈൻ റഷ്യ പീസ് ഡീൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് സ്ക്രൂഡ് അപ്പ്. നമ്മൾ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? നമ്മള് ഈ ജീവിക്കുക, ജോലിക്ക് പോവുക, നമ്മള് കൊണ്ടുപോയി അവിടെ നമ്മള് കഷ്ടപ്പെടുക. നമസ്കാരം, വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് US ഇന്ത്യ ട്രേഡ് റിലേഷൻസ്, ട്രംപ് ഇമ്പോസ് ചെയ്ത 25% താരിഫ്, അത് കൂടാതെ 25% അദ്ദേഹത്തിന്റെ പെനാൽറ്റി, അങ്ങനെയുള്ള യുദ്ധങ്ങൾ വളരെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതേക്കുറിച്ചൊക്കെ വളരെ വിശദമായ ചർച്ചകൾ ഇപ്പം എല്ലാ പ്ലാറ്റ്ഫോമിലും നടക്കുന്നുണ്ട്. പുതിയ അപ്ഡേറ്റുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിലേക്ക് നയിച്ച കുറെ കാര്യങ്ങൾ, ഈ ട്രംപിന്റെ ഇങ്ങനെ പെട്ടെന്ന്, നമ്മുടെ ഇന്ത്യ ഒരു സൗഹൃദ രാഷ്ട്രമായിട്ടിരുന്നു, ഇന്ത്യ US റിലേഷനിൽ പെട്ടെന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. അതിനെ പറ്റിയ കാരണങ്ങൾ എന്നാന്നും എന്താണ് അതിനെ ബാധിച്ചതെന്നും ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. കാരണം ആപ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ ട്രംപിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഇവിടെ വന്ന് ട്രംപ് വലിയ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതൊരു ക്യാപ്ഷനായിട്ട് തന്നെ പറയുകയും, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷവും ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുകയും ട്രംപിനെ വിജയിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു രാജ്യവും രാജ്യത്തെ കുറെ നേതാക്കളെയും അപഹസിക്കുന്ന രീതിയിലായിപ്പോയി ട്രംപിന്റെ ഈ നടപടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് അമേരിക്ക ചാർട്ടർ ചെയ്ത താരിഫുകളിൽ ഏറ്റവും കൂടിയ താരിഫ് ഇന്ത്യക്കാണ്. ഇന്ത്യക്കും ബ്രസീലിനും ആണ് ഇപ്പോൾ ഏറ്റവും കൂടിയ താരിഫ് നിൽക്കുന്നത്. അപ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ ട്രംപ് അവഹേളിച്ചോ? ഷാജൻ അത് ന്യായീകരിക്കാൻ പറ്റുമോ? എനിക്ക് ആദ്യമേ തന്നെ ആ ടോപ്പിക്ക്, ആ ഹെഡ്ലൈൻ, ഈ ചർച്ചയുടെ പേര് എന്തായാലും ഭീകരമായി പോയി. ട്രംപിന് മോഡിയെ പേടിയോ? ട്രംപിന് മോഡിയെന്നല്ല, ട്രംപിന് ഈ ലോകത്തിൽ ഒരാളെ പേടിയില്ല. ദൈവത്തെ പേടി കാണും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ ദൈവഭയമൊക്കെ പറയുന്നത് കൊണ്ട് ദൈവത്തെ പേടി കാണും. അല്ലാതെ ഈ ഭൂമണ്ഡലത്തിൽ ട്രംപിന് മോഡി എന്നല്ല ഒരാളെയും ട്രംപിന് പേടിയില്ല. അത് ആമുഖമായിട്ട് അങ്ങ് പറയുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഈ അർണാബ് ഗോസ്വാമിയുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അർണാബ് ഗോസ്വാമി ഇങ്ങനെ അങ്ങ് അടിച്ചു വിടുകയാണ്. ട്രംപ് ഡിപ്രസ്ഡ് ആണ്, ട്രംപ് ഡിസപ്പോയിന്റഡ് ആണ്, ട്രംപിന് വിഷാദമാണ്, ഇതൊക്കെയാ ട്രംപിന് ഭയമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് വെച്ച് കാച്ചുക. എന്നിട്ട് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇറ്റ് ഈസ് ഓൺ ദ ബെസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ എന്ന് പറഞ്ഞു. ഓക്കെ, അത് പുള്ളിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇന്ത്യക്കാരനായ അവിടുത്തെ ഒരു വലിയൊരു ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും പ്രത്യേകിച്ച്
BJP സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ അത് അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഉറപ്പാക്കുന്നത് പോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ട്രംപിന് അമേരിക്കയുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഉറപ്പാക്കാനായിട്ട്, അല്ലെങ്കിൽ ഹി വർക്ക്സ് ഓൺ ഹിസ് പ്രയോറിറ്റി ഈസ് ദ നാഷണൽ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെ? അപ്പൊ ഈ രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ പരമാധികാരവും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പരമാധികാരവും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് നമ്മളൊരു ബിസിനസ്, ഇപ്പം ജിൻസ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പല സമയത്തും നെഗോസിയേഷൻസിന് പോകും. പലപ്പോഴും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മള് എന്താ പറയാ, ചില ഡീൽസ് പിന്നെ അറൈവ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ വില കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ 2024 കണക്കനുസരിച്ച് ഏതാണ്ട് അമേരിക്കയുടെ ട്രേഡ് ഡിഫിസിറ്റ് വിത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്ട് 45 ബില്യൺ US ഡോളറാണ്. 45, അതായത് 87 ബില്യൺ ഇമ്പോർട്ട് US ചെയ്ത സമയത്ത് US 41 ബില്യൺ ഗുഡ്സ് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു? വളരെ സിമ്പിൾ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്ന സാധനങ്ങൾ അവിടെ ടാക്സ് കൂടുതൽ ചുമത്തുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഇറക്കുമതി തീരുവ കൂടുതൽ ചുമത്തുമ്പോൾ ഇവിടുന്നുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിറ്റഴിച്ച് ആ ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ വളരെ സിമ്പിളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടുന്നുള്ള കയറ്റുമതി കുറയുന്നു. അപ്പൊ അതിനെ ഓവർകം ചെയ്യുവാനായിട്ട്, ആ ഒരു സാഹചര്യത്തിന് ഒരു അറുതി വരുത്തുവാനായിട്ട് പുള്ളി എല്ലാ രാജ്യങ്ങളുമായിട്ടും ഈ ഒരു ട്രേഡ് ടാരിഫ് നെഗോഷിയേറ്റ് ചെയ്യും. കാനഡയുമായിട്ടും മെക്സിക്കോയ്ക്കും ഒക്കെ അടിച്ചു കൊടുത്ത ട്രേഡ് ടാരിഫ് എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് ടാരിഫാണ് ഇനിഷ്യലി. അതിനകത്തിൽ പുള്ളി വെച്ച ഡീൽ എന്ന് പറയുന്നത് ഈ ഡ്രഗ് കടത്തലിനെ നിർത്താനായിട്ടും അതുപോലെ തന്നെ ഇല്ലീഗൽ മൈഗ്രൻസിനെ സ്റ്റോപ്പ് ചെയ്യാനുമായിട്ടുള്ള വാണിംഗ് ആയിട്ടാണ്. അത് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ടാരിഫ് അടിച്ചിരുന്നു പറഞ്ഞു. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ മറ്റു രാജ്യങ്ങളുമായിട്ട്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും, അത് സുഹൃത്ത് രാജ്യങ്ങളായാലും സഖ്യകക്ഷികളായാലും എല്ലാവരുമായിട്ടും ട്രംപ് നെഗോഷിയേറ്റ് ചെയ്യുന്ന ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് ഒരു ഫെയർ ഡീലാണ്. അതിൽ ഇന്ത്യ എന്നല്ല എല്ലാ രാജ്യങ്ങളും ആ ഒരു ഫെയർ ഡീലിന്റെ ഭാഗം ആകണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അതില് ഇന്ത്യയിൽ പോലും ഈ അഭിപ്രായമുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പുള്ളി തമാശയായിട്ടായിരിക്കും പറഞ്ഞത്, പക്ഷെ എങ്കിൽ പോലും പുള്ളിക്കാരൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹാർലി ഡേവിഡ്സൺ ഒക്കെ ഞങ്ങൾക്ക് ഓടിക്കാവല്ലോ. വിച്ച് ഈസ് ട്രൂ, അല്ലെ? 100% ടാരിഫ് ഒക്കെ ഓട്ടോമൊബൈൽ സെക്ടറിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോർഡിന്റെ വാഹനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുക? അപ്പൊ അതിനൊക്കെ ഒരു എന്താ പറയാ, അതിനൊക്കെ ഒരു കോസ് ഉണ്ടാകണം. അതൊക്കെ ഒന്ന് നിൽക്കണം. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സാധനങ്ങളും ട്രേഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. ബാക്കി കാര്യങ്ങള് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ട് ഇത് ഒരു കുറെ ദിവസങ്ങളായിട്ട് പല ചാനലുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരാത്ത പോലെ പറയാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കട്ടെ. എന്നിട്ട് നമുക്ക് റഷ്യയുടെ ഇഷ്യൂയിലേക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് 27 കൊടുത്തേക്കുന്ന ഡെഡ്ലൈനെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഇത് ഷാജിനും ജിൻസും പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിലും ഇന്ത്യയും അമേരിക്കയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വലിയ രീതിയിലുള്ള ഒരു സുഹൃത്ത് രാഷ്ട്രമായിരുന്നില്ല. ഒരു നോർമൽ ആയിട്ട് പോകുന്ന ഒരു ബന്ധമായിരുന്നു അമേരിക്കയും ഇന്ത്യയായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ടാണ് അതിനൊരു മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ജിൻസ് തുടക്കത്തില് മെൻഷൻ ചെയ്തതുപോലെ 2019 അമേരിക്കയിൽ വെച്ചുകൊണ്ട് പിന്നെ ഒരു 50,000-ഓളം പേര് പങ്കെടുത്ത ആ ഒരു വലിയ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഫ്രണ്ടായിട്ട് തീരുന്ന ആ ഒരു സമ്മേളനം, അത് കഴിഞ്ഞ് 2020 ഫെബ്രുവരിയിൽ ഗുജറാത്തിൽ വെച്ച് നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ പ്രോഗ്രാമില് പിന്നെ അമേരിക്കയും ഇന്ത്യയും അവർ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കൈകോർത്തുകൊണ്ട് ചേർന്ന ആ ഒരു സമ്മേളനം. അപ്പൊ അതിന് പിന്നീട്ട് ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സുഹൃത്ത് രാഷ്ട്രം എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോഴും അമേരിക്ക
ഒരു വലിയൊരു സൗഹൃദ രാഷ്ട്രമായിട്ടോ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന്റെ ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണെന്നൊരു തോന്നലിലാണ് നമ്മൾ എല്ലാവരും ഇരുന്നത്. പക്ഷെ ഈ പെട്ടെന്ന് ഒരു ദിവസം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു താരിഫ് കൊണ്ടുവരിക, അത് കഴിഞ്ഞ് ഇപ്പോ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെയും ഇപ്പോ ഈ ഒരു നെഗോഷിയേഷൻ വരികയും, പക്ഷെ ഇന്ത്യക്കും ബ്രസീലിനും അതുപോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെയും ഒരു പെനാൽറ്റി എന്നുള്ള രീതിയിൽ ആ പെനാൽറ്റിക്കുള്ള കാരണം പറയുന്നത് എന്താ പറയുന്ന കാരണം റഷ്യയിൽ നിന്നുള്ള പിന്നെ അവരുമായിട്ടുള്ള ഒരു ട്രേഡ് പിന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പെനാൽറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അഡീഷണൽ പെനാൽറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അതേ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റേഴ്സ് ആയ, അതും പ്രത്യേകിച്ചും ഗാർമെന്റ് ബിസിനസ്സിലും ടെക്സ്റ്റൈൽ ബിസിനസ്സിലും കോമ്പറ്റീറ്റേഴ്സ് ആയ ബംഗ്ലാദേശിനും പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് 19%, ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത് 20%. സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കോമ്പറ്റീറ്റേഴ്സിന്, നമ്മുടെ തൊട്ടടുത്തുള്ള കോമ്പറ്റീറ്റേഴ്സിന് അത്രയും വളരെ കുറഞ്ഞ ഒരു നികുതി കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു 50%, അതായത് 25+25 പെനാൽറ്റിയും കൂടി ആകുമ്പോഴത്തേനും എന്തൊക്കെ പറഞ്ഞാലും അത് ഇന്ത്യക്കൊരു എന്താ പറയാ ബെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതല്ല. ഇത് വന്നിട്ട് ഇവിടെ അമേരിക്കയിലുള്ള സാധനങ്ങൾക്ക്, ഇന്ത്യൻ സാധനങ്ങൾക്ക് ഒരു ഡിമാൻഡ് കുറയ്ക്കാനാണ് സാധ്യത. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ മാത്രം എടുക്കാന്നല്ല, മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള സാധനങ്ങളായാൽ പോലും നമ്മൾ ഇവിടെ വന്ന് ഇത് നമ്മൾ സാധാരണ ജനങ്ങളെയല്ലേ അത് ബാധിക്കുന്നത്. കാരണം നമ്മളല്ലേ പോയി മേടിക്കുന്നത്. ഇപ്പൊ ഇത് നമുക്ക് എങ്ങനെ ബാധിക്കുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ ഏറെ ഇന്ത്യ ഇപ്പൊ അവർക്ക് പറയാം ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വേറെ യൂറോപ്യൻ യൂണിയനുമായിട്ട് പിന്നെ എന്താ പറയാ എക്സ്പോർട്ട് ബിസിനസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, അവരുമായിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തി ഉടമ്പടി ബിസിനസ് കരാറുകളിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്ര കാലത്തിനുള്ളിൽ നടക്കുമെന്ന് നമുക്കറിയത്തില്ല. ആ അത്ര കാലം എന്ന് പറയുമ്പോഴത്തേനും അത് ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MSME എന്ന് പറയുന്ന ഒരു പിന്നെ ബിസിനസ് സെക്ടർ ഉണ്ട്. അതായത് പിന്നെ എന്താ പറയാ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്, ഗാർമെന്റ് ബിസിനസ്, അല്ലെങ്കിൽ പിന്നെ റബ്ബർ, ഇതുപോലെ ലെതർ ബിസിനസ്, ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്ന സ്മോൾ ബിസിനസ്സുകളുണ്ട്. ഇവർക്കൊക്കെയും വന്നിട്ട് ഡെയിലി വേജസിൽ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഒരു പിന്നെ എന്താ പറയാ ഗണ്യമായിട്ട് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യയുടെ GDPയുടെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. സോ അവിടെയൊക്കെ ഈ ഒരു പിന്നെ 50% താരിഫ് എന്ന് പറയുന്നത് എന്തായാലും ഈ MSME പോലെയുള്ള പിന്നെ ബിസിനസ് സംരംഭങ്ങളെയും അതുപോലെയുള്ള പിന്നെ ഈ ഗാർമെന്റ് ബിസിനസ്സുകളെയൊക്കെ ബാധിക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. സോ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഭിപ്രായത്തിൽ, ഒരു സാധാരണ ജനം എന്നുള്ളതിന്റെ അഭിപ്രായത്തിൽ എത്രയും വേഗം അവര് പിന്നെ വേറെ നെഗോസിയേഷനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ EU പോലെയുള്ള യൂറോപ്യൻ യൂണിയനുമായോ മറ്റുള്ള പിന്നെ എന്താ പറയാ മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബിസിനസ് ഡീലുകളിലേക്ക് എത്തുകയും ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്ര പെട്ടെന്നാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റൈൽസിന്റെയോ ഗാർമെന്റിന്റെയോ ഒക്കെ ഇതിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ഇപ്പോഴും പ്രതിസന്ധി ഉണ്ട്. എത്ര തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും പ്രതിസന്ധി ഉണ്ട് അവിടെ. നമ്മൾ ഇവിടോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ജനങ്ങളല്ലേ, സാധാരണ ജനങ്ങൾ വാങ്ങുന്ന നമ്മൾക്കാണ് അതിന്റെ ഒരു പിന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മള് സാധാരണ ഈ ടൊമാറ്റോ അല്ലെങ്കിൽ പിന്നെ ഈ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരത്തെ മേടിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിലയിൽ നിന്ന് ഒരു ചെറിയൊരു കുതിച്ചു കയറ്റം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വോൾമാർട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗ്രോസറി സ്റ്റോറിലോ പോകുമ്പോഴത്തേനും ആ ഒരു വിലക്കയറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ സാധാരണ ജനങ്ങളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പൊ ഈ സമയത്ത് ഈ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് ചിന്തിക്കുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പെനാൽറ്റി, ഈ റഷ്യയുമായിട്ടുള്ള ട്രേഡ് നടത്തുന്നത് കൊണ്ടുള്ള ഒരു പെനാൽറ്റി ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പരീക്ഷ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ എല്ലാവരും തന്നെ ഇപ്പൊ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു ട്രേഡ് റിലേഷൻ ആണെങ്കിലും എല്ലാ റിലേഷനും വളരെ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കും അത് വളരെ
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കൊമേഴ്സ് സെക്രട്ടറിയോട് എനിക്ക് തോന്നുന്നു കൺഗ്രഷണൽ എത്തിക്സ് കമ്മിറ്റിയിലാണ് അത് ചോദിച്ചത്, ഹു ഇസ് പേയിങ് ദ താരിഫ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കിടന്ന് ബബ്ബ വയ്ക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടതാണ്. കാരണം ആ താരിഫ് ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഇത് 2.9% എങ്ങാണ്ട് ടോട്ടൽ ട്രേഡിന്റെ അകത്ത് ഇന്ത്യ ആയിട്ട് വരുന്നുള്ളൂ. ഷാജൻ പറഞ്ഞ പോലെ 40 ബില്യൺ പ്ലസ് ഡെഫിസിറ്റ് ഉണ്ടായിരിക്കാം അതിന്റെ അകത്ത്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇന്ത്യയിൽ നല്ലപോലെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഇതിലേക്ക് നയിച്ച ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ഇപ്പൊ മോഡി ഗവൺമെന്റിന്റെ വിദേശകാര്യ നയത്തിൽ വന്ന ചേഞ്ച് ഈ ഒരു പ്രശ്നത്തെ വലുതാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇപ്പൊ പറയുകയാണ്, വളരെ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളൊരു ചേരിചേരാ നയം കീപ്പ് ചെയ്തിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 10-60 വർഷം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളൊരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിനേക്കാളും കൂടുതൽ ഒരു സൗഹൃദം അമേരിക്കയുമായിട്ട് കീപ്പ് ചെയ്യുകയും ഇവിടുത്തെ ഗവൺമെന്റുമായിട്ട് ഇപ്പം ഈ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആപ്കി ബട്ടം സർക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഇലക്ഷൻ പ്രചരണത്തിൽ പോലും വന്നൊരു സൈഡ് പിടിക്കുകയൊക്കെ ചെയ്തത് പോലെ തന്നെ നമ്മുടെ വിദേശകാര്യ വകുപ്പിന് അമേരിക്കയുമായിട്ട്, കാരണം അമേരിക്കയുടെ ഒരു റിലേഷൻസ് എങ്ങനെയാണെന്ന് ഒരുപക്ഷെ ഇന്ത്യൻ ഈ ഫോറിൻ അഫയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ പറ്റിയോ എന്നുള്ള കാര്യമുണ്ട്. കാരണം നമ്മൾ പറയല്ലോ, സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണേലും ട്രംപ് നെഗോഷിയേഷന്റെ ആളാണ്. അതുപോലെ നമ്മളിത് നെഗോഷിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു പോയിന്റിനെ നമ്മൾ കുറച്ചുകൂടെ ദുർബലമായി ഇവരുടെ ഇപ്പൊ അമേരിക്കയുടെ, ഞാൻ ഇന്ത്യയുടെ സൈഡിൽ നിന്നാണ് പറയുന്നത്, അമേരിക്കയുടെ ഈ വരുതിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ട്രംപ് മുതലാക്കുകയാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ട്. കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ വളരെ കാര്യമായിട്ട് ട്രംപിനെ വരവെ ആഘോഷിച്ചതാണ്. ട്രംപിനെ പൂജിച്ച, ഇപ്പൊ അമ്പലത്തില് ട്രംപിനെ പൂജിച്ച പടങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗുജറാത്തിലൊക്കെ ട്രംപിനെ ഏത് രീതിയിലാണ് ഇപ്പൊ ഇന്നലെ അവിടെ ഒരു കോടതി വിധിയിൽ ട്രംപിന്റെ ബോർഡൊക്കെ ലയൺ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ എടുത്തു മാറ്റുകയൊക്കെ ചെയ്തു. അപ്പൊ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ വന്ന വലിയൊരു ചേഞ്ച്, ഒരു റീഷേബിള് ഒക്കെ, ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അവരുടെ വിദേശകാര്യ നയങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് മാറും. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ നോക്കുക, നമ്മുടെ തൊട്ട് താഴെ കിടക്കുന്ന മാലി എന്ന് പറയുന്ന ഒരു ദ്വീപ് പോലും ഇന്ത്യനെ വിളിക്കത്തക്ക രീതിയിൽ നമ്മുടെ വിദേശകാര്യത്ത് കൈകാര്യം ചെയ്തതിനകത്ത് എന്തോ ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ശ്രീലങ്ക, മ്യാൻമർ എന്ന് പറഞ്ഞ പഴയ ബർമ്മ, നേപ്പാള് എല്ലാവരും ചൈനയുടെ പക്ഷത്ത് പോയി. പാകിസ്ഥാൻ പിന്നെ നമ്മുടെ ജന്മ തന്നെ ഇന്ത്യയുടെ ശത്രുവാണ്. അപ്പൊ ഇവരെയൊക്കെ പോലും കൂടെ നിർത്താം. പണ്ടൊക്കെ നമ്മുടെ സൈന്യം പോയി ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപം തീർക്കത്ത രീതിയിലേക്ക് ആ രാജ്യത്തിലൊക്കെ ഇന്ത്യക്ക് വളരെ ഒരു അധീശിതത്വം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മാറി അപ്പൊ ഈ ചൈനയിലേക്ക് മാറി അമേരിക്കയിലേക്ക് വന്നു. ഇപ്പം ഈ ഒരു ട്രംപ് ഈ താരിഫൊക്കെ ഇട്ടോടുകൂടി തന്നെ അമേരിക്കക്കെതിരെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം. പക്ഷെ ആ പ്രതിഷേധത്തിന്റെ അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിപ്രോക്കൽ ആയിട്ട് ഒരു താരിഫ്, ഞാൻ ഇപ്പം ട്രംപ് ഇത് ചെയ്തപ്പം മൗനം കൊണ്ടാണ് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും ഒരു ആക്ഷൻ നമ്മളിത് എസ്കലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ ഇപ്പൊ ചൈന എന്നാ ചെയ്ത, ചൈന 25 എന്നുള്ളതാക്കി കഴിഞ്ഞപ്പോൾ ചൈന 27 ആക്കി, 54 ആക്കി കഴിഞ്ഞപ്പോൾ 75 ആക്കി, പിന്നെ 100 ആക്കി. ഇത് ചുമ്മാ ലേലം വിളിക്കുന്ന പോലെ, പിള്ളേര് കളിക്കുന്ന പോലെ ചൈനയെ അതിന്റെ അകത്ത് ഒരു ഭാഗത്ത് പോലും പുറകോട്ട് പോയിട്ടില്ല. ഇന്ത്യ ഇതുവരെയും ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന രീതിയിൽ ഒരു നടപടി എടുത്തിട്ടില്ല, മൗനം മാത്രമാണ്. പിന്നെ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നിട്ടുണ്ട്, നമ്മള് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാര്യത്തെ നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ അത് തന്നെ പറഞ്ഞതാണ്, അമേരിക്ക എടുക്കുന്ന ഈ വളരെ അഗ്രസീവായിട്ട്, അമേരിക്ക എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസിനെ ഇത് കാര്യമായിട്ട് ബാധിക്കും, ഇത് അമേരിക്കയ്ക്ക് നല്ല പ്രശ്നം ഉണ്ടാക്കും, ഇന്ത്യക്കാരെ ഹയർ ചെയ്തെന്ന് പറഞ്ഞ ട്രംപിന്റെ ചില പോളിസികൾ, അത് ഷാജൻ എത്ര എടുത്തു കഴിഞ്ഞാലും ട്രംപിന്റെ മാത്രമായിട്ടുള്ള ഈ അഗ്രസീവായിട്ടുള്ള നെഗോഷിയേഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സാമ്പത്തികമായിട്ടായിരിക്കില്ല. കാരണം ഇവിടെ ഈ ട്രേഡിന് പൈസ കൂട്ടുന്നതുകൊണ്ട് ഒന്ന് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ എല്ലാ താരിഫും നമ്മൾ പേ ചെയ്യുന്നത്. കാരണം ഇവിടെ അരി വന്നാലും തുണി വന്നാലും എന്ത് വന്നാലും അതിനെല്ലാം ആരാണ് പേ ചെയ്യുന്നത്? ഇപ്പൊ ഏത് രാജ്യമായിട്ടുള്ള ട്രേഡിൽ നമ്മൾ ഇത് കൂട്ടിക്കഴിഞ്ഞാലും അതെല്ലാം ബാധിക്കുന്നത് അമേരിക്കയിലെ ഉള്ളിലുള്ള സാധാരണക്കാരായ ആൾക്കാരാണ്. പക്ഷെ അല്ലാതെ ഗവൺമെന്റ് അത് പേ ഓഫ് ചെയ്യുക അല്ലല്ലോ ചെയ്യണേ. അപ്പൊ സാധാരണക്കാരനെയാണ് അത് ബാധിക്കുന്നത്. അതിലൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് എന്ന് പറഞ്ഞ ആ ബില്ല് പാസ്സാക്കിയപ്പോൾ ആ ബില്ലിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ജനുവരി മുതല് ഇപ്പോൾ വരെ, അതായത് ഈ ജൂലൈ വരെ ഏതാണ്ട് $130 ബില്യൺ ആണ് താരിഫ് വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ ഇപ്പം അതാണ് പറഞ്ഞത്, ആ റേസ് ചെയ്ത ഫണ്ട് ഇപ്പൊ അമേരിക്കൻ ട്രഷറി 130 ബില്യൺ വന്നു എന്ന് പറഞ്ഞത് ആരുടെ പൈസയാണ്? പൈസയാണ് അത്? അത് ഇന്ത്യയുടെ പൈസയാണോ? അത് പാകിസ്ഥാന്റെ പൈസയാണോ? അത് ഇവിടുത്തെ ജനങ്ങളുടെ പൈസ, ടാക്സ് അഡീഷണൽ വന്ന പൈസ കൊണ്ട്, താരിഫിൽ വന്ന കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. അതെങ്ങനെ അങ്ങനെ മുതൽക്കൂട്ടാവും നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയാം. അപ്പൊ 130 ബില്യൺ ഡോളറോളം താരിഫ് ജനറേറ്റ് ചെയ്തു. ഇപ്പം ആ ജനറേറ്റ് ചെയ്ത താരിഫ് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. അതിനകത്തിൽ ഒരു സ്പെക്കുലേഷൻ നടക്കുന്നത് $150,000 വരെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം ഉള്ള AGI, ആനുവൽ AGI ഉള്ള ഒരു ആവറേജ് ഫാമിലി ഫയലിംഗ് ടാക്സസ് ആസ് ഫാമിലി, അങ്ങനെയുള്ളവർക്ക് അപ് ടു 150,000 വരെ AGI ഉള്ളവർക്ക് $2,000 റീഫണ്ട്, അഡീഷണൽ റീഫണ്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. കൺഫേംഡ് അല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2026-ൽ 25-ലെ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് റിഫർമേഷൻസ് വരികയാണ്. അപ്പൊ ഈ പൈസ കൂട്ടി വെച്ചിട്ട് ജനങ്ങളുടെ മേലൊരു അധിക ഭാരം അടിച്ച് ഏൽപ്പിച്ച് വെറുതെ പോവുക എന്നുള്ളതല്ല സ്ട്രാറ്റജി. ടാക്സബിലിറ്റി, ടോട്ടൽ ടാക്സബിലിറ്റി കുറയ്ക്കുക. എവിടെ? സാധാരണക്കാർക്ക്. ഇപ്പം വലിയ വലിയ ബിസിനസ്സുകാർക്കും $multi-million ബിസിനസ്സുകാർക്കും അത് പ്രയോജനം ചെയ്യത്തില്ല. പക്ഷെ ഒരു 150-200,000 അല്ലെങ്കിൽ 250,000, ഞാൻ പറഞ്ഞിട്ട് സാർ പറഞ്ഞോളൂ, $250,000 വരെ വരുമാനമുള്ള ആളുകൾക്ക് ആ ഒരു ടാക്സ് റേറ്റിനകത്തിൽ വരുന്ന, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കേണ്ട ടാക്സിനകത്തിൽ വരുന്ന ഡിഫറൻസസ് അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യണ്ടേ? ഇവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ആ ടാക്സ് ബാലൻസിങ് നടക്കുക? നമ്മുടെ ഇൻകം ടാക്സ് കൊണ്ട് മാത്രമല്ലേ രാജ്യം ഓടിക്കൊണ്ടിരുന്നത്? ഏത് രാജ്യമാണ് ഇവിടെ നമുക്ക് താരിഫ് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയില് നമുക്ക് സാധനം കൊണ്ടുവന്ന എന്ത് താരിഫ്? ഇപ്പൊ ഒരു ഉദാഹരണം, നിങ്ങൾ മുമ്പേ പറഞ്ഞു, നമ്മൾ കടയിൽ പോയി പിന്നെ ടൊമാറ്റോ വാങ്ങിക്കുമ്പോഴും വെജിറ്റബിൾസ് വാങ്ങിക്കുമ്പോഴും പൈസ കൂടുന്നെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും അത് ഇവർ പറഞ്ഞു ഒപ്പിക്കുന്ന ഒരു കള്ളത്തരമാണ്. ഒരു കാരണവശാലും സർക്കാർ പ്രൈസ് കൗച്ചിങ് അനുവദിക്കത്തില്ല, ഒരു സംശയവും വേണ്ട. ഇവിടെ ടാക്സബിലിറ്റി, ടാരിഫ് കൂട്ടിയെന്ന് പറഞ്ഞ ആ ടാരിഫ് എല്ലാം കൂടെ ജനങ്ങളുടെ മേലോട്ട് അടിച്ചേൽപ്പിച്ചേച്ച് ഇപ്പം $3 കിട്ടുന്ന സാധനത്തിന് 50% ഞങ്ങൾക്ക് താരിഫ് കൊടുക്കണം, $4.5 തന്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൗച്ചിങ് ആണ്. ഒരു കാരണവശാലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അത് സമ്മതിക്കില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ മുൻപോട്ട് പോകാൻ അവർ അനുവദിക്കത്തില്ല. അവരുണ്ടാക്കുന്ന ലാഭത്തിന് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ നെഗോസിയേഷൻ നടക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾ താരിഫ് കൊടുത്തോളൂ, കൂട്ടാം, ചെറുതായിട്ട് കൂട്ടാം. ആ ബാധ്യതയാണ് നമ്മളിപ്പോ പറയുന്നത്. ഒരു ആവറേജ് ഒരു US സിറ്റിസൺ ഏതാണ്ട് $2,000 അധിക ബാധ്യത ഒരു വർഷം വരും ഒരു സാധാരണക്കാരന്. ആ പൈസ തിരിച്ചു കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ വെറുതെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ജനറേഷനിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഏതാണ്ട് $40 ട്രില്യൺ ആകാൻ പോവാണ് നമ്മുടെ കടം. ഈ കടം നമ്മൾ കുറച്ചില്ല എങ്കിൽ, ഈ ഡെറ്റ് കുറച്ചില്ല എങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ മീൻസ് നിങ്ങളുടെ മക്കളും എന്റെ മക്കളും ഒക്കെ ആ കടത്തിന് കൊടുത്ത് അവരുടെ ജീവിതം മുടിയത്തേ ഉള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാതെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ താരിഫ് ചെയ്യട്ടുന്നേ. കാരണം ഇത്രയും നാളും ഈ രാജ്യത്തെ ചൂഷണം ചെയ്ത എത്രയോ രാജ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഇന്ത്യയിലെ കാര്യം തന്നെ നോക്കിക്കോളൂ. ഇന്ത്യയിൽ എന്താണ് കോസ്മെറ്റിക്സ്? ഞാൻ ആ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. 48% അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്. ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1-2 അല്ല, 48%. എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തെ? അപ്പൊ തിരിച്ചു തരാൻ വയ്യ, അങ്ങോട്ട് വേണം. ഇതൊരു ഫെയർ ഡീൽ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫെയർ ഡീല് ഒരു രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് അങ്ങനെ ഒരു ചുവടുവെപ്പ് എടുക്കുമ്പോൾ ആ രാജ്യം ഒന്നടങ്കം ആ പ്രസിഡന്റ് കൂടെ നിൽക്കുക. ഇപ്പൊ ഇന്ത്യ ഒന്നിച്ച് മോദിയുടെ കൂടെ നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞേ? ഈ പ്രതിപക്ഷം പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ ഇന്ത്യ ഒന്നിച്ച് മോദിയുടെ കൂടെ. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു, ഫാൻഡ, കോക്ക്, പെപ്സി എല്ലാം ബഹിഷ്കരിക്കാനായിട്ട്. ഇന്ത്യ അല്ലെന്നേ, US സംബന്ധിച്ചിടത്തോളം കോക്ക്, ഞാൻ ഇരിക്കുന്നത് കോക്കിന്റെ ജന്മസ്ഥലത്താണ്, അറ്റ്ലാന്റയിലാണ് കോക്ക് എന്റെ മെയിൻ ഫാക്ടറി ഉള്ളത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയാം ഞങ്ങൾക്ക് കോക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ കോക്ക് കഴിക്കത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവർക്ക് പറയാൻ പറ്റുമോ വേണ്ടാന്ന്? അങ്ങനെ ഓരോ കാര്യങ്ങള്. അപ്പം പിന്നെ അതാണ് എനിക്ക് അതിനകത്ത് ജിൻസ് പറഞ്ഞ അതിനോട് ഉള്ള വിയോജിപ്പ്. അതാണ് നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ താരിഫ് ജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല.
$40 ട്രില്യൺ ഡെറ്റ് നമുക്ക് കുറച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ സഫർ ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സാധാരണക്കാർക്ക് ഇപ്പോൾ ടാക്സബിലിറ്റി കുറയ്ക്കാനായിട്ട് സർക്കാർ ഉചിതമായ തീരുമാനങ്ങളും നടപടികളും 26-ൽ ടാക്സ് ഫയലിംഗ് 25 സീസണിന്റെ ടാക്സ് ഫയൽ ചെയ്യുന്ന 2026-ൽ ഉണ്ടാവും. നിങ്ങൾ ഈ വർഷം കൊടുത്തതിനെക്കാട്ടിൽ കുറച്ച് ടാക്സ് അടുത്ത വർഷം കൊടുക്കേണ്ടി വരത്തുള്ളൂ. അത് രണ്ടാമത്തെ കാര്യം. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്താം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ ഇന്ത്യക്ക് പരാജയം സംഭവിച്ചു എന്ന് ഞാൻ പറയത്തില്ല. കാരണം ജയശങ്കർ അത്ര മണ്ടനായ ഒരാളൊന്നുമല്ല. ജയശങ്കർ ഒരു IFS ഓഫീസറാണ്. അപ്പൊ ജയശങ്കറിനെ പോലെയുള്ള ഒരാള് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ വിദേശകാര്യ നയങ്ങളിൽ പാളിച്ച പറ്റിയു എന്ന് ഞാൻ പറയില്ല. പക്ഷേ BJPക്ക് കൺസൾട്ട് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഇഷ്യൂവിൽ, അമേരിക്കയുമായിട്ടുള്ള ഇഷ്യൂവിൽ ഈ കൺസൾട്ടൻസ് പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ആരൊക്കെയാണ് മോഡിയെയും ജയശങ്കറിനെയും അക്കാര്യത്തിൽ കൺസൾട്ട് ചെയ്യുന്നത്? ആ കൺസൾട്ടൻസ് ഈ ഒരു കാര്യത്തിൽ പരാജയമായിരുന്നു. കാരണം ഈ ഒരു സ്റ്റേജിലേക്ക് ഒരു കാരണവശാലും അത് വലിച്ചു നീട്ടാൻ പാടില്ലായിരുന്നു. ആദ്യമേ തന്നെ അതിനൊരു സെറ്റിൽമെന്റ് വേണമായിരുന്നു. അത് ഒരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം, റഷ്യയുമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിക്കുക എന്നുള്ളത് ട്രംപിന്റെ ഏറ്റവും വലിയ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. അതിലിപ്പോൾ എന്ത് ചെയ്യാനും അദ്ദേഹം മടിക്കില്ല. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് പുള്ളിയുടെ അഭിമാന പ്രശ്നമാണ്, ആ റഷ്യ യുക്രൈൻ വാർ എൻഡ് ചെയ്യുക എന്നുള്ളത്. കാരണം നിങ്ങൾ നോക്കിയേ, ഇവരെ പറയും പുള്ളി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അസർബൈജാനും അർമേനിയയും കൂടെ ഒരു പീസ് ട്രീറ്റി സൈൻ ചെയ്തു. ആരാണ് അത് നെഗോഷിയേറ്റ് ചെയ്തത്? പ്രസിഡന്റ് ട്രംപ് ആണ് നെഗോഷിയേറ്റ് ചെയ്തത്. അല്ല എന്ന് പറയാൻ പറ്റുമോ? എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദികൾ. അതിനൊരു അറുതി വരുത്തിയില്ലേ? അപ്പൊ ഇതൊക്കെ പ്രസിഡന്റ് ട്രംപിന്റെ ഈ ഇലക്ഷൻ വാഗ്ദാനങ്ങളിലുള്ള കാര്യങ്ങളാണ്. അത് ചെയ്യുവാനായിട്ട് അദ്ദേഹം ഏതറ്റം വരെയും പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഷാജിനി പറഞ്ഞതുപോലെ ഇത് ഈ ഉമ്മാക്കി റഷ്യൻ ഉക്രൈൻ വാറൊന്നും അല്ല ഈ ഒരു ഇന്ത്യയുമായിട്ടുള്ള ഒരു വിഷയത്തിന് കാരണം എന്നുള്ളത് സാധാരണക്കാർക്ക് അറിയാം. എങ്ങനെയൊന്നും ഉമ്മാക്കി കാട്ടി പേടിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ഒരു നെഗോഷിയേഷന് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഒരു ന്യായമല്ല. കാരണം ഇപ്പം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് ഇന്ത്യ മാത്രമല്ലല്ലോ, ഈ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും മേടിക്കുന്നത്. ഇന്ത്യയാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. അതിന്റെ അകത്ത് അതൊരു കാര്യമല്ല. ഇപ്പൊ ബ്രിക്സ് ഓക്കെ, പക്ഷെ ഈ ബ്രിക്സ് ഒക്കെ വീണ്ടും അത് റീകൂപ്പ് ചെയ്ത് വരുന്നതിനൊരു കാരണം ഈ ട്രംപിന്റെ ചില ആക്ടിവിറ്റീസ് ആണ്. ഇപ്പൊ ട്രംപ് നിങ്ങൾ പറഞ്ഞ പോലെ $40 ട്രില്യൺ ഈ പറയുന്ന ആഭ്യന്തര കടം തീർക്കാനായിട്ട് ഇന്ത്യയായിട്ട് 2.9% നടക്കുന്ന ആ ഒരു ചലഞ്ച് കൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ പറ്റിയല്ല. പിന്നെ രാഷ്ട്രീയക്കാർ അവരുടെ ഇലക്ഷൻ ടൈമിൽ അവരുടെ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അമേരിക്കയിൽ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 1000, 1500 രൂപയോ 2000 രൂപയോ. ഞങ്ങളിവിടെ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഇപ്പൊ പുതിയ ലെറ്റർ വന്നിട്ടുണ്ട്. എല്ലാ ഫാമിലിക്കും ജോയിന്റ് ആയിട്ട് ഫയൽ ചെയ്യുന്നവർക്ക് $400, സിംഗിൾ ആയിട്ട് ഫയൽ ചെയ്യുന്നവർക്ക് $300, 1.5 ലക്ഷത്തിന് താഴെ വരുന്ന ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട്. അതൊരു ന്യൂയോർക്ക് സ്റ്റേറ്റിൽ, അത് 50 സ്റ്റേറ്റ് ഉള്ളതിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഇലക്ഷൻ ഗിമ്മിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഗിമ്മിക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പറയാം, ഈ ട്രേഡ് നമ്മൾ സാധാരണക്കാരനെ ബാധിക്കുന്നത് ഈ $2000. ഇപ്പൊ $2000 ഒരു ടാക്സ് പേയർക്ക് ഒരു കുറച്ച് കൊടുത്തു എന്ന് കൂട്ടുക. ആ $2000 ആണോ നമ്മുടെ ഈ ഒരു പറഞ്ഞ ആഭ്യന്തര ചെലവിൽ നമുക്ക് വരുന്ന കുറവ്? അത് നമ്മളിപ്പോ ഷാജൻ പറഞ്ഞ പോലെ അല്ലല്ലോ ഒരു പോയിന്റ് കൂടെ ഷാജൻ പറഞ്ഞു, അത് നെഗോഷിയേറ്റ് ചെയ്യാന്ന്. ഒന്നെങ്കിൽ കസ്റ്റമർ അത് സഹിക്കണം, അല്ലെങ്കിൽ കച്ചവടക്കാരൻ സഹിക്കണം. നമ്മളൊക്കെ ഈ കച്ചവടക്കാരൻ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നഷ്ടം അവന്റെ മേലെ അവൻ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും? അല്ലല്ല, കച്ചവടക്കാരെ സഹിക്കുക എന്ന് പറയുമ്പോൾ ആ രാജ്യം അതിന് വേണ്ട തീരുമാനം എടുക്കണോ, അല്ലെങ്കിൽ അവരെ റെസിപ്രോക്കൽ താരിഫ് കുറച്ചോട്ടെ. ആർക്ക് പ്രശ്നം? 0 ആക്കിക്കോ, ഞങ്ങളും 0 ആക്കാം. അതെന്താ പറ്റാത്തെ? ഞാൻ ഈ വിദേശകാര്യ വകുപ്പിന്റെ ഒരു പരാജയം അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ ആരുടെ കയ്യിൽ തോളത്ത് കൈ ഇടണം എന്നുള്ള കാര്യം കൃത്യമായിട്ട്, കാരണം കുറച്ചിപ്പോ നമ്മൾ പറയാം, നമ്മളൊരു ചേരിചേരാ നയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ കുറച്ചുകൂടെ ഒരു ന്യൂട്രൽ ആയിട്ട് പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഈ പ്രഷർ പോയിന്റ് വേറെ പല കാരണങ്ങളും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. കാരണം ഇലക്ഷനെ ബാധിക്കുന്ന ചില ട്രംപ് പറഞ്ഞു ഓൾറെഡി ഇന്ത്യക്ക് $16 മില്യൺ കൊടുത്തു, ബംഗ്ലാദേശിന് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോ ഇത് ഭീഷണിപ്പെടുത്തി ഈ അമേരിക്ക ട്രംപ് പറയാൻ പറ്റത്തില്ലല്ലോ. ഭീഷണി അല്ലാതെ ഈ നെഗോഷിയേഷനിൽ പിന്നെ ഇത് ലാഗ് ചെയ്ത് പോകുന്നതിന്റെ കാരണം തന്നെയാണത്. അതെന്തറിയോ? പിന്നെ റഷ്യയുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ 30% എന്ന് പറയുന്നത് ഓയിലാണ്.
30% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ GDP-യുടെ 20% ഓയിലാണ്. മനസ്സിലായോ? അതിന്റെ 50%, അതിന്റെ 40% മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് ആ ഓയിലിന്റെ. അപ്പൊ അത് മാത്രമാണ് പുള്ളി പറയുന്നത്. അല്ലാതെ റഷ്യയുമായിട്ട് ട്രേഡ് ഡീൽ വേണമെന്നില്ല. റഷ്യക്ക് ഓയിൽ വഴി നിങ്ങൾ പമ്പ് ചെയ്യുന്ന ആ ഫണ്ടിങ് അവസാനിച്ചാൽ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ പുടിനും ട്രംപുമായിട്ട് ഒരു ചർച്ച നടക്കല്ലേ, ആ ചർച്ചയ്ക്കകത്ത് എങ്ങാനും യുക്രൈൻ റഷ്യ പീസ് ഡീൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് സ്ക്രൂഡ് അപ്പ്. കാരണം പുള്ളി പിന്നെ പോകത്തില്ല, പുള്ളിക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. മനസ്സിലായി? ഇത് ഇവര് നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. ഇപ്പൊ പുടിൻ ഇതൊന്നും ഇല്ലാതെ തന്നെ പുടിൻ സമ്മതിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു പീസ് ട്രീറ്റി സൈൻ ചെയ്യാൻ അവരൊരു കൺസെൻസസിൽ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ദോഷമാണ്. അപ്പൊ അതിലും നല്ലത് ഈ ഒരു കാര്യം നേരത്തെ അതിനകത്തിൽ അങ്ങനെ ഒരു വർക്കൗട്ട് നടത്തിയിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഒരു നെഗോസിയേഷൻ വില്ലിങ് ആയിരുന്നുവെങ്കിൽ. പക്ഷെ ഔട്ട് റൈറ്റ് ആയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ അതൊന്നും കേൾക്കില്ല, ഞങ്ങൾ അപ്പൊ ചോദിക്കും അമേരിക്കയ്ക്ക് എന്താ ഇതിനകത്തിൽ കാര്യം, അമേരിക്ക ആരാ ഞങ്ങളോട് പറയാൻ എന്നൊക്കെ ചോദിക്കും. ശരിയാ, അമേരിക്ക പറയുന്നില്ല. അപ്പൊ പിന്നെ അതിനനുസരിച്ച് സുഹൃത്ത് രാജ്യങ്ങളാകുമ്പോൾ, സഖ്യകക്ഷികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ. അപ്പൊ അതാണ് അതിനകത്തുള്ള കാര്യം. നിങ്ങൾ പറഞ്ഞതുപോലെ ജസ്റ്റ് വെറുതെ ഒരു ഭീഷണിക്ക് അപ്പുറത്തായിട്ട് ഇതിനകത്തിന്റെ ഒരു ആക്ച്വൽ നമ്പേഴ്സ് ഉണ്ട്. ആ 20% GDP-യുടെ 40% പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനീസ് ആണ്. അത് നിർത്താനാണ് പുള്ളി ആവശ്യപ്പെട്ടത്, അല്ലാതെ അവരുമായിട്ടുള്ള കംപ്ലീറ്റ് ട്രേഡ് നിർത്താനായിട്ടല്ല പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണ് രണ്ട് കാര്യങ്ങൾ ഷാജൻ പറഞ്ഞതിനോടും ജിൻസ് പറഞ്ഞതിനോടും യോജിപ്പും വിയോജിപ്പും ഉണ്ട്. ഇപ്പൊ ഷാജൻ പറഞ്ഞതിന് ഞാൻ സമ്മതിക്കുന്നു. ഷാജൻ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുകയാണെങ്കിലും അപ്പൊ എനിക്ക് അതിൽ 1-2 ചോദ്യങ്ങളുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ക്രൂഡ് ഓയിൽ മേടിക്കുന്ന രാജ്യങ്ങളില് 2ാമത്തെ വലിയ രാജ്യമാണ്. 1ാമത്തെ വലിയ രാജ്യം ചൈനയാണ്. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പോലെ പെനാൾട്ടി 25% അല്ലെങ്കിൽ 20% എങ്കിലും ചൈനയ്ക്ക് ഏർപ്പെടുത്തിയില്ല? 1ാമത്തെ ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത്, നേരത്തെ ജിൻസ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി ട്രേഡ് നടത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഈ 2024 മാത്രം 67 ബില്യന്റെ ഗുഡ്സ് സർവീസും പിന്നെ ഗുഡ്സും 17 ബില്യന്റെ സർവീസും മാത്രം അവര് റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടായാലും അമേരിക്ക ഫെർട്ടിലൈസേഴ്സും യുറേനിയവും റഷ്യയിൽ നിന്നാണ് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് മാത്രം പിന്നെ ഒരു പെനാൾട്ടി ഏർപ്പെടുത്തി എന്നുള്ളത് ഒരു ചോദ്യമാണ്, എനിക്കുള്ള ചോദ്യമാണ്. കാരണം ഇത്രയും ഷാജൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അപ്പോഴും ഞാൻ താരിഫിനോ എതിരോ അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്താൻ പാടില്ല, കാരണം നമ്മൾ ഡെഫിസിറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാജൻ പറഞ്ഞ വേറൊരു കാര്യത്തിനുള്ള എനിക്കുള്ള ഒരു വിയോജിപ്പ്, നെക്സ്റ്റ് ജനറേഷന് നമ്മള് പിന്നെ അവര് കടക്കണിയിൽ ജീവിക്കണോ, അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? നമ്മള് ഈ ജീവിക്കുക, ജോലിക്ക് പോവുക, നമ്മള് കൊണ്ടുപോയി അവിടെ നമ്മളെ കഷ്ടപ്പെടുക. അങ്ങനെയല്ലേ പറ്റീഷ്? അത് ഈ രാഷ്ട്രീയക്കാരൊരിക്കലും നമ്മൾ മുന്നോട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സഫർ ചെയ്യുക, ഇപ്പൊ നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്തോ, നിങ്ങൾ ഇത് സഫർ ചെയ്താൽ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ എന്നൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു കോമൺ ക്ലീഷേ ഡയലോഗാണല്ലോ. അതാണ് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. വേണ്ട, അതൊന്നും ഇപ്പൊ ഇന്നത്തെ ജനറേഷനൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ പോലും അത് ചിന്തിക്കുന്നില്ല. ഞാൻ എന്തിനാണ് അടുത്ത ജനറേഷനായിട്ട് ഞാൻ സഫർ ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട്, അത് അവര് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ. ആസ് എ കോമൺ പേഴ്സൺ ഞാൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഇനിയിപ്പൊ എനിക്ക് അതിനെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ടാകാം, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഞാൻ അവർക്ക് ആവശ്യമുള്ള എല്ലാ സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും ഒരു ഇതുവരെ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇതാണ്. ഇപ്പൊ ഷാജൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമതായിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 25% പ്ലസ് പെനാൾട്ടി എന്ന് പറയുന്നത് അതൊരു സ്ട്രഗിൾ തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഓഗസ്റ്റ് 27 വരെയാണ്. ഞാനിപ്പം ഈ രണ്ടാമത് നെക്സ്റ്റ് ജനറേഷന്റെ ആ ഒരു കാര്യം അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം. ചൈനയ്ക്കുള്ള പിന്നെ താരിഫ് എന്ന് പറയുന്നത് പിന്നെ ഏതാണ്ട് 145% വരെ താരിഫുള്ള
ചില പ്രോഡക്ട്സ് ഉണ്ട് 55% താരിഫുള്ള പ്രോഡക്ട്സും ഉണ്ട്. പക്ഷെ ജനറലി ഏതാ ചൈന അപ്പോഴും എന്താ ചെയ്തതെന്ന് വെച്ചാല് താരിഫ് കൊടുത്തപ്പോഴത്തേനും അവര് തിരിച്ചെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലിമെന്റ്സിന്റെ എക്സ്പോർട്ട് നിർത്തി അവര്. പിന്നെ ബോയിങ്ങുമായിട്ടുള്ള അവരുടെ എഗ്രിമെന്റ് അവർ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ അവരും തിരിച്ച് ഇത് സർവൈവ് ചെയ്തില്ലല്ലോ. ചൈനയെ സംബന്ധിച്ചിടത്തോളം എയർക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറയുന്നത് സർവൈവ് ചെയ്യില്ല എന്നുള്ളത് അത് വേറെ കാര്യമാണ്. പക്ഷെ അവർ ആ സമയത്ത് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴത്തേനുമാണ് ചൈനയുമായിട്ട്. ഞാൻ പറയാം, ആഫ്റ്റർ ഓൾ നമ്മുടെ എല്ലാവരുടെയും ഒരു എന്റെ വ്യക്തിപരമായ താല്പര്യവും ആഗ്രഹവും ഇന്ത്യയുമായിട്ട് എല്ലാ കാലവും നല്ല ട്രേഡ് റിലേഷനും നല്ല വിദേശകാര്യ ബന്ധവും ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ്ങർ ജിയോ പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാവണമെന്നുള്ളതാണ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനകത്ത് ആർക്കും സംശയമില്ല. നമുക്ക് ഇന്ത്യയുടെ മേൽ 50% അടിച്ചു കൊടുക്കുന്നതിനൊന്നും നമുക്കാർക്കും ഒരു താല്പര്യമില്ല. എനിക്ക് തോന്നുന്നത് പ്രസിഡന്റ് ട്രംപിന് പോലും ഒരുപക്ഷെ അതിനുള്ള ഒരു താല്പര്യമൊന്നും കാണില്ല. അപ്പൊ ഇതൊരു നെഗോസിയേഷൻ തന്നെയാണ്. ഇത് ഒരു ഭീഷണി എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, അത് ശരിയല്ല. ദിസ് ഈസ് നെഗോസിയേഷൻ. പക്ഷെ റഷ്യയുമായിട്ടുള്ള ആ ഡീലിന്റെ കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുകയും 27-ാം തീയതിക്ക് മുൻപേ അതിനൊരു സൊല്യൂഷൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനകത്തിൽ എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈവൻ ഈ 25% കാര്യത്തിൽ പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ചുകൂടി ഒരു ലീനിയൻസി കാണിച്ചു കഴിഞ്ഞാൽ ഇവൻ അതും താഴോട്ട് കൊണ്ടുവരികയും യു എസ് പ്രോഡക്ട്സ് കുറച്ചുകൂടി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അതിനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്താൽ എല്ലാ നിലയിലും എല്ലാവർക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്നാണേലും ഈ ഒരു ഇന്നത്തെ ഒരു വിഷയത്തില് ഇതിപ്പോ ട്രംപ് പേടിച്ചിട്ടാണേലും ട്രംപ് പേടിപ്പിച്ചിട്ടാണേലും എന്തൊക്കെയോ ഒരു ഇരട്ടത്താപ്പ് ഈ ഒരു ട്രേഡ് റിലേഷനകത്ത് ഉണ്ട്. കാരണം ചൈനയ്ക്ക് വളരെ 19%, ഇന്ത്യക്ക് സുഹൃത രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കേണ്ടതാണ്. എനിവേ ഇതിലിപ്പം ആരാണ് വിജയിക്കാൻ പോകുന്നത്, അതോ രണ്ടുപേരും വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് വളരെ അടുത്ത ദിവസങ്ങൾ തന്നെ, ഇനിയിപ്പോ ഒരു 2 ആഴ്ചക്കുള്ളിൽ 27-ാം തീയതി എന്നല്ലേ പറഞ്ഞത്, അതിനു മുമ്പ് തന്നെ ഇത് തമ്മിലൊരു എല്ലാം കലങ്ങിത്തിരിഞ്ഞ് നല്ല രീതിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. Thank you.